തൃണമൂൽ കോൺഗ്രസ് വിട്ട് പി അൻവറും അനുയായികളും മെയ് 2ാം വാരത്തോടുകൂടി പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പറഞ്ഞു. തൃണമൂലിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്തുണ ലഭിച്ചില്ല. കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചു. CPM വിട്ടവർക്ക് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വേണം. നാളെ ജി സുധാകരനെ സന്ദർശിക്കുമെന്നും അൻവർ പറഞ്ഞു. ദേശീയ നേതൃത്വവുമായുള്ള ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ന് പ്രമേയം വഴി ഞങ്ങൾ തീരുമാനിച്ചത് പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഒരു ബന്ധവും ITCയുമായിട്ടില്ല. നമ്മൾ കോൺഗ്രസുമായി അലൈൻ ചെയ്തു പോകുന്നതിൽ ഒരു പ്രയാസം ഇല്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ നിലപാട്. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ആ നിലപാടിൽ നിന്ന് അവർ പിന്മാറുന്നതായിട്ടും കോൺഗ്രസുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെയും പിന്തുണക്കാൻ അവരുടെ രാഷ്ട്രീയം ബംഗാളിൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും അവസാനമായി ഇപ്പോൾ ബേപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി ഞാൻ ഉള്ളപ്പോൾ പോലും ദേശീയ തലത്തിൽ നിന്നൊരു നേതാവിനെയെങ്കിലും അയച്ചു തരണമെന്ന് പറഞ്ഞതിനും ഒരു കാരണവശാലും കോൺഗ്രസുമായി വേദി പങ്കിടുന്ന ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ സംഘടനയായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നൊരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുക എന്നതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. UDFുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. നമ്മളെ പഴയ സഖാക്കളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇന്നലെ സുരേഷിനെ കണ്ടു, നാളെ ജി സുധാകരനെ കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് റഫീഖ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഫീഖ്, എന്താണ് ഇപ്പോൾ അൻവറിന്റെ ഒരു മനംമാറ്റത്തിന് കാരണം? CPM വിട്ടവരെയും വിമതരെയും ഒക്കെ കൂടെ കൂട്ടാനാണോ അൻവറിന്റെ ഇനി അടുത്ത നീക്കം? അനീഷ, അൻവറിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഒരു രീതിയിലും തൃണമൂൽ കോൺഗ്രസ് തന്നോടോ താൻ ബേപ്പൂരിൽ മത്സരിച്ചപ്പോഴോ ഒരു രീതിയിൽ സഹകരിച്ചില്ല, ദേശീയ നേതൃത്വം സഹകരിച്ചില്ല, ഒരു നേതാവ് പോലും തൻ്റെ പ്രചാരണത്തിന് വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ കോൺഗ്രസുമായി ഒരു രീതിയിലും പങ്കുചേരരുത് എന്നുള്ള രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു. ഇത് ബംഗാളിൽ കോൺഗ്രസുമായോ CPMമായോ ഏതെങ്കിലും രീതിയിൽ ചേരുന്നത് ബംഗാളിൽ തങ്ങളുടെ പാർട്ടിക്ക് തിരിച്ചടിയാവുന്നു, ബംഗാളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അൻവറിനെ കേരളത്തിൽ തഴഞ്ഞത്. ഈ ഒരു വിഷയം ഉയർന്നു വന്നതോടെ തന്നെ അതോടൊപ്പം തന്നെ CPMൽ നിന്ന് വിട്ട മറ്റ് 4 പേർ UDF പിന്തുണയിൽ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാമായിട്ടും അൻവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. പുതിയൊരു സംസ്ഥാന പാർട്ടി എന്ന രീതിയിലേക്ക് രൂപവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അൻവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കോൺഗ്രസുമായി ചേരുമോ അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേർന്നുകൂടെ എന്നുള്ള ചോദ്യത്തിന് ഇല്ല, ഞങ്ങൾ വേറൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി തന്നെ നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ജി സുധാകരൻ അതുപോലെ തന്നെ സുരേഷ് അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പാർട്ടി ആദ്യം രൂപവൽക്കരിക്കുന്നു, ഈ പറയുന്ന എല്ലാവരുമായിട്ടും, അതായത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണമായിട്ടും ബാക്കിയുള്ള എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തുമെന്നും, എന്നാൽ ഇവരെയൊന്നും എല്ലാവരെയും പാർട്ടിയിലേക്ക് ക്ഷണിച്ചു, അല്ലാതെ ആരെങ്കിലും ക്ഷണിക്കാൻ വേണ്ടിയല്ല. പക്ഷേ അതേസമയം CPM വിട്ട് UDF പിന്തുണയിൽ മത്സരിച്ചവർക്ക് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വേണം എന്നുള്ള നിലപാട് അൻവർ വ്യക്തമാക്കി. അതുപോലെ തന്നെ ഇന്ന് കോഴിക്കോട് സ്ട്രോങ് റൂം വിഷയമുണ്ടായതിൽ അത്തരം വിഷയങ്ങളിൽ UDF കുറച്ചും കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അൻവറിൻ്റെ ആവശ്യം. CPMൻ്റെയും BJPയുടെയും ഡീലാണ് ഈ പറയുന്ന സ്ട്രോങ് റൂം തുറക്കൽ അടക്കമുള്ള വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങൾ ഈ ഡീല് പൊളിഞ്ഞത് തെരഞ്ഞെടുപ്പ് കണക്കുകൾ പോലും പുറത്തുവിടാതെ വിഷയമാക്കുകയാണ് CPM.